സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ കേസുകൾ. പൊതുമുതൽ നശിപ്പിച്ച കുറ്റം ചുമത്തിയാണ് കേസ് വന്നിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. നമുക്കൊപ്പം റോഷിപ്പാൽ ഉണ്ട്. റോഷിപ്പാൽ, എന്തൊക്കെ കേസുകളാണ് പുതുതായി? എന്തൊക്കെ ചാർജസ് ആണ്? നികേഷ് കുമാർ, പൊതുമുതൽ നശിപ്പിച്ച കുറ്റം ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതിയിലേക്ക് പോലീസ് സമീപിച്ചത്. കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ 2 പോലീസ് വാഹനങ്ങൾ തകർത്ത കേസ്, അത് 2 കേസുകളായിട്ടാണുള്ളത്. AGS ഓഫീസിന് മുന്നിൽ നിന്നും സെക്രട്ടേറിയറ്റ് പരിസരത്തുമായി പോലീസ് വാഹനങ്ങൾ അന്ന് സംഘർഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരുന്നു. അതിന് നേതൃത്വം നൽകിയതിനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെതിരെ 2 കേസുകൾ കൂടി കണ്ടോൺമെന്റ് പോലീസ് ചുമത്തുകയും അതിൽ പ്രൊഡക്ഷൻ വാറണ്ട് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഇതും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം ഒരു കേസ് കൂടി രാഹുലിനെതിരെ ചുമത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് അത്. പിങ്ക് പോലീസ് വാഹനം തകർത്ത് പ്രതികളെ കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മോചിപ്പിച്ചു എന്നതിൻ്റെ ഒരു കേസാണ്. അത് നടന്നത് ബേക്കറി ജംഗ്ഷനിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ തൊട്ടു മുന്നിൽ വെച്ചായിരുന്നു. അന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനകത്തുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് രാഹുലിനെതിരെ ആ കേസ് കൂടി ചുമത്തി, അതും പൊതുമുതൽ നശിപ്പിച്ച കേസാണ്, അതും കൂടെ ചുമത്താനുള്ള നീക്കം നടക്കുന്നു എന്നറിയുന്നു. പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിക്കാൻ എന്ന് അപേക്ഷിച്ച് ഇന്ന് മ്യൂസിയം പോലീസ് ഒരുപക്ഷെ കോടതിയെ സമീപിക്കും. നാളെയാണ് പ്രധാന കേസിൽ നേരത്തെ അടൂരിലെ വീട്ടിൽ നിന്നും രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത അറസ്റ്റ് ചെയ്ത് പിന്നീട് 22 വരെ കോടതി റിമാൻഡ് ചെയ്ത കേസിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഏതായാലും അതിനിടയിൽ കൂടുതൽ കേസുകൾ രാഹുലിനെതിരെ ചുമത്തി രാഹുലിനെ കൂടുതൽ ദിവസം ജയിലിലടക്കാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന ആരോപണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. നികേഷ്.